ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും റെജീസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഒരു ഔഷധ സസ്യത്തിനെ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. ഔഷധ സസ്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേര് വള്ളിയുഴിഞ്ഞ എന്നാണ്. പേര് പോലെ തന്നെ വള്ളി പോലെ പടർന്നു പോകുന്നതാണ് കേട്ടോ. അങ്ങനത്തെ തന്നെയാണിത്. പടർന്ന് കയറി അങ്ങ് പോകും. നല്ല ഇതുപോലത്തെ കുഞ്ഞ് ഇലകളുമാണ് കേട്ടോ. മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു സസ്യമാണ് വള്ളിയുഴിഞ്ഞ. പിന്നെ ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് ഉണ്ട്. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശക്തി കൂട്ടാൻ നല്ലതാണ്. പിന്നെ മുടി തഴച്ച് വളരാനും താരൻ മാറാനും നമ്മുടെ സ്കാൽപ്പിലെ അഴുക്കുകളെല്ലാം കളയാനും ഇത് നമുക്ക് ഉപയോഗിക്കാം. അപ്പം മുടി തഴച്ച് വളരണമെങ്കിൽ നമുക്ക് എണ്ണ കാച്ചി ഇതിൻ്റെ എണ്ണ കാച്ചി എടുക്കാൻ പറ്റും. അപ്പോൾ ഇല ചതച്ചതിൻ്റെ നീര് മാത്രം വെളിച്ചെണ്ണയിൽ ചേർത്ത് കാച്ചിയാണ് എടുക്കുന്നത്. പിന്നെ നമുക്കിത് അരച്ച് താളിയായിട്ടിടാം. താളിയായിട്ടിട്ടാൽ മുടിക്ക് നല്ലതാണ്. മുടിക്ക് നല്ല കറുപ്പ് വരാനും നല്ലതാണ്. പിന്നെ താരം പോവാനും ഈ വള്ളിയുഴിഞ്ഞ നല്ലതാണ്. വള്ളിയുഴിഞ്ഞ നമ്മൾ വെള്ളമിട്ട് കുടിക്കുന്നവരുണ്ട്. അത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം നൽകുന്ന ഒന്നാണ് വള്ളിയുഴിഞ്ഞ കേട്ടോ. അപ്പോൾ അതുമാത്രമല്ല, നമ്മൾ ദോശയ്ക്കകത്ത് വള്ളിയുഴിഞ്ഞ നമ്മൾ ഇതിൻ്റെ ഇല എടുത്തിട്ട് ചെറിയതായിട്ട് മുറിച്ചിട്ട് ദോശ ചുട്ട് കഴിക്കുന്നത് നല്ലതാണ്. തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം ഇത് അത്രത്തോളം ഗുണമുണ്ട്. നമ്മുടെ ശരീരത്തിന് നല്ലൊരു പ്രതിരോധശക്തി കൂട്ടാനും അതുമാത്രമല്ല വാതസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും പിന്നെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ പോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് അസുഖങ്ങൾക്ക് ഇത് നല്ലതാണ്. അൾസറിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർ ഇതിൻ്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് ഒരു 3 നേരമായിട്ട് അതിൽ വായിൽ കൊള്ളുവാണെങ്കിൽ ഈ അൾസറിൻ്റെ പ്രശ്നം മാറുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഗുണങ്ങളുള്ള വള്ളിയുഴിഞ്ഞ കിട്ടുകയാണെങ്കിൽ നമ്മളതിങ്ങിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ നമുക്ക് പറ്റും. അല്ല ദോശയിലൊക്കെ ദോശമാവിൽ നമ്മളിതിൻ്റെ ഇല അരിഞ്ഞിട്ടിട്ട് ദോശ ചുട്ട് കഴിക്കാൻ നല്ലതാണ്. തമിഴ്നാട്ടിലൊക്കെ ഇതിൻ്റെ ചമ്മന്തിയൊക്കെ എടുക്കും അവർ. കാരണം അത്ര ഗുണമാണ് ഇത്, അതുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളിത് വെള്ളം ഇട്ട് കുടിക്കാറുണ്ട്. പിന്നെ ദോശയ്ക്കകത്ത് ഇട്ടിട്ട് അങ്ങനെ ദോശ ചുട്ട് കഴിക്കാറുണ്ട്. നല്ലൊരു ഔഷധ സസ്യമാണ്. ഒരുപാട് ഗുണങ്ങൾ നിറഞ്ഞൊരു ഇലയാണിത്. അപ്പോൾ ഇതിൻ്റെ ഇല കിട്ടുകയാണെങ്കിൽ എല്ലാവർക്കും ചെയ്യാമല്ലോ. തലയിൽ താളി പോലെ നമ്മൾ ചെമ്പരത്തി താളി എടുക്കുന്ന പോലെ ഇത് നമുക്ക് അരച്ച് തലയിലിടാം, എണ്ണ കാച്ചി തേക്കാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്